നമസ്കാരം ഉദ്യോഗാർത്ഥികളെ. അപ്പോൾ ആറ്റം അക്കാഡമിയിലെ അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സ്വാഗതം. സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ നമ്മൾ ഫസ്റ്റ് പാർട്ട് പഠിച്ചായിരുന്നു. അപ്പം അതിലുള്ള കാര്യങ്ങളെല്ലാവരും നോക്കിയിട്ട് വേണം ഈ ഒരു വീഡിയോയിലോട്ട് കിടക്കാൻ. അപ്പം അത് പഠിച്ചിട്ടില്ലാത്തവർക്ക് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അത് ജസ്റ്റ് നോക്കിയിട്ട് വരിക. അതൊരു അരമണിക്കൂർ വീഡിയോ ആണ്. അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങളിത് കാണുവാണെങ്കിൽ നിങ്ങൾക്ക് നല്ല യൂസ്ഫുൾ ആയിരിക്കും. അല്ലെങ്കിൽ ഐഡിയാസ് കിട്ടാത്ത ആൾക്കാർക്കാണെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും ഈ ഒരു വീഡിയോ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ഓക്കെ, നമ്മളൊരു 10 ചോദ്യം ചെയ്തായിരുന്നു. ഈ ഒരു വീഡിയോയിൽ നമ്മളൊരു 11 ചോദ്യത്തോളം നോക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ചോദ്യത്തിലോട്ട് കിടക്കാം. ആദ്യത്തെ ചോദ്യം: ഇഫ് എ സർട്ടൺ സം ഓഫ് മണി ബിക്കം ത്രൈസ്. ഓക്കെ, ഒരു സർട്ടൺ മണി ഇൻവെസ്റ്റ് ചെയ്യാണ്, അതെന്താവുന്നു? 3 ഇരട്ടിയാവുന്നു. ഇറ്റ് സെൽഫ് ഇൻ 5 ഇയർ 4 മന്ത്, 5 വർഷവും 4 മാസവും കൊണ്ട് സിമ്പിൾ ഇൻട്രസ്റ്റിൽ 3 ഇരട്ടിയാവേണം. അങ്ങനെയാണെങ്കിൽ റേറ്റ് എത്ര ആണ് എന്നുള്ളതാണ് എന്ത് ചോദ്യം. ഓക്കെ, നോക്കിക്കേടാ, ഇവിടെ ഒരു കൺസെപ്റ്റ് ഉണ്ട്. കൺസെപ്റ്റ് വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. നോക്കിക്കേ, 3 ഇരട്ടിയാകുന്നു, 3 ടൈംസ് ആകുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 3 ടൈംസ് ആകുക എന്ന് വെച്ച് കഴിഞ്ഞാൽ മീനിങ് എന്താണ്? നമ്മൾ ഇട്ടിരുന്ന സം, ഇപ്പം 100 ഇട്ടിരുന്നെങ്കിൽ അതെന്താകും? 300 ആകും. ഓക്കെ, 100 ഇട്ടിരുന്നെങ്കിൽ 300 ആകും. അപ്പം പലിശ ഇനത്തിൽ കൂടിയത് എത്രയാണ്? 200. അപ്പം 200 അല്ലെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് എന്ത് പറയാം? 2 ടൈംസ് ആണ് പലിശ കൂടിയെന്ന് പറയാം. അപ്പം 2 ടൈംസ് പലിശ കൂടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ പേഴ്സൻറ്റേജിൻ്റെ കണക്ക്, പേഴ്സൻറ്റേജ് ആയതുകൊണ്ടാണ് നമ്മളെപ്പോഴും എന്തെടുത്തത്? 100 പ്രിൻസിപ്പിളായിട്ട് എടുക്കുന്നത്. അപ്പം 3 ടൈംസ് ആയി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻട്രസ്റ്റിൻ്റെ പേഴ്സൻറ്റേജ് എത്രയാണ്? 200% ഇൻട്രസ്റ്റിൻ്റെ, ടോട്ടൽ ഇൻട്രസ്റ്റിൻ്റെ 5 വർഷവും 4 മാസവും കൊണ്ട് ഉണ്ടാകുന്ന ഇൻട്രസ്റ്റിൻ്റെ പെർസെൻറ്റേജ് എന്താണ്? 200% ആണ്. ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യണം? നമ്മൾ ആ ക്വസ്റ്റ്യന് അണ്ടർസ്റ്റാൻഡ് ചെയ്തെടുക്കണം. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അടുത്ത സ്റ്റെപ്പിലോട്ട് പോകും. അപ്പോൾ ഈ 200 എങ്ങനെയാണ് ഫോം ചെയ്തത്? 200 ഫോം ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് പെർ ആനം ഉണ്ട്, 1 വർഷത്തേക്കുള്ള റേറ്റ്. അതിന് നമ്മൾ 6 എഴുതി. അതേ ഇൻറ്റു ഇത്രയും വർഷം മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴല്ലേടാ 200% എന്ന് കിട്ടുന്ന. കാരണം ഇതെന്താണ്? ഇത് ടോട്ടൽ റേറ്റ് ആണ്. ടോട്ടൽ റേറ്റ് കിട്ടുന്ന 1 വർഷത്തെ റേറ്റ് ഇൻറ്റു ടോട്ടൽ നമ്പർ ഓഫ് ഇയേഴ്സ്. അപ്പോൾ 5 ഇയേഴ്സ് 4 മന്ത്സ് എന്ന് പറഞ്ഞാൽ 5 വർഷവും 4 മാസമാണ്. ഓക്കെ, 4 മാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം എന്താണ്? 4/12 ആണ്. 4/12 വെട്ടി 4 കൊണ്ട് വെട്ടി കഴിഞ്ഞാൽ എത്രയെന്ന് എഴുതാം? 1/3. അതായത് 5/1/3 ഇയേഴ്സ് എന്ന് പറഞ്ഞാൽ എത്ര വരും? 15. മിക്സഡ് ഫ്രാക്ഷൻ ആണിത്, ഇതിനെ പ്രോപ്പർ ഫ്രാക്ഷൻ ആക്കുക. ഓക്കെ, 5 × 3 15 + 1 16/3. അപ്പോൾ ടോട്ടൽ ഇയേഴ്സ് എന്ന് പറയുമ്പോൾ എത്രയാവും? 16/3 ആവും. അപ്പോൾ ഇൻറ്റു 16/3 എന്ന് എഴുതാം. ഓക്കെ, ബാക്കി ഞാൻ ഇങ്ങോട്ട് എഴുതാണ്. ഓക്കെ, 200 ഈക്വൽ ടു 6 × 16/3 എന്നാണ്. ഓക്കെ, അപ്പോൾ 200 ഞാൻ 4 കൊണ്ട് വെട്ടി, 16 4 കൊണ്ട് വെട്ടി. 4 കൊണ്ട് വെട്ടുമ്പോൾ 50 ആയില്ലേ? പിന്നെ എനിക്ക് എന്ത് ചെയ്യാം? 2 കൊണ്ട് വെട്ടാം. വേണമെങ്കിൽ 2 കൊണ്ട് വെട്ടാം. 2 കൊണ്ട് വെട്ടുമ്പോൾ ഇവിടെ 2 ആയി, 25 ആയി. ഓക്കെ, അപ്പം നമ്മുടെ 6 എത്ര കിട്ടും? 6 എന്ന് പറയുന്നത് 25 × 3 ÷ 2 എന്ന് കിട്ടും. അതായത് 75ൻ്റെ പകുതി. 75ൻ്റെ പകുതി എത്ര കിട്ടും? 37.5%. അപ്പം നമ്മുടെ ആൻസർ എത്രയാണ്? 37%. അപ്പം നമ്മൾ ഈ ക്വസ്റ്റ്യൻ ആദ്യമായിട്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ നമ്മൾ പറഞ്ഞത്. നമ്മൾ പരീക്ഷയ്ക്ക് ചെയ്യുമ്പം ഇത്രയും കാര്യം 200 വരെ ഉള്ളതാണ് നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്തെടുക്കണം. അതൊക്കെ നമ്മൾ മൈൻഡിൽ തന്നെ കൊണ്ടു നടക്കണം. നമ്മൾ ഇത്രയും മാത്രമേ ചെയ്യാവുള്ളൂ. സാറ് ഈ റൗണ്ട് അടിക്കുന്ന ഇത്രയും പോർഷൻ മാത്രമേ എന്ത് ചെയ്യാവുള്ളൂ. നിങ്ങളുടെ പരീക്ഷയ്ക്ക് നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ കാണാവൂ. അപ്പോൾ പലരും കാണിക്കുന്ന ഒരു മണ്ടത്തരമാണ് എന്ത്? ഒരുപാട് സ്റ്റെപ്പ് എഴുതുന്നത്. സ്റ്റെപ്പുകൾ മാക്സിമം ചുരുക്കുക. നമ്മളെ മനസ്സിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മളെ മനസ്സിൽ ചെയ്യുക. ഓക്കെ, മൾട്ടിപ്ലിക്കേഷനൊക്കെ ചിലപ്പം മൈൻഡ് ചെയ്യാൻ പറ്റുമായിരിക്കും. കുറേ പ്രാക്ടീസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് പിന്നിൽ ഒരുപാട് എഫേർട്സ് ഉണ്ട്. അത് നമുക്ക് എങ്ങനെയാണെന്നുള്ളത് വേറൊരു വീഡിയോയിൽ കൂടെ ചെയ്യാം. എങ്ങനെ സ്പീഡ് നമുക്ക് ബൂസ്റ്റ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ. ഓക്കെ, കാണാതെ പഠിക്കേണ്ട സാധനങ്ങൾ എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് ഈ ഒരു ചോദ്യത്തിന് നമ്മളെന്ത് അപ്രോച്ച് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നെക്സ്റ്റ് ചോദ്യത്തിലോട്ട് പോവാം. രണ്ടാമത്തെ ചോദ്യം. ഓക്കെ, എ സം ഓഫ് മണി ബിക്കം 3 ടൈംസ്. ഓക്കെ, ഇവിടെ എന്താണ്? 3 ടൈംസ് ആകുകയാണ്. 3 ടൈംസ് ആകുന്നു എത്ര വർഷത്തിൽ? 4 ഇയേഴ്സിൽ സിമ്പിൾ ഇൻട്രസ്റ്റിൽ.
കണ്ടുപിടിക്കേണ്ടതാണ് സെയിം റേറ്റ് 3 ടൈംസ് ആകുക എന്ന് വെച്ചാൽ പലിശ 2 ടൈംസ് ആവുന്നു. പലിശ 2 ടൈംസ് ആകുന്ന വെച്ചാൽ പലിശയുടെ പെർസെൻറ്റേജ് 200 അല്ലേടാ. അപ്പോൾ 200 ഈക്വൽ ടു നമ്പർ ഓഫ് ഇയേഴ്സ് ഇവിടെ തന്നിട്ടുണ്ട് 4 ഇൻറ്റു എത്രയാണോ ഒരു വർഷത്തേക്കുള്ള റേറ്റ് അത്. അങ്ങനെയാണെങ്കിൽ വെട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടും? റേറ്റ് 50 എന്ന് കിട്ടില്ലേ? ഒറ്റയടിക്ക് ഇതാ ഇത്രേ ഉള്ളൂ. ഒറ്റയടിക്ക് എന്ത് കിട്ടി? റേറ്റ് നമുക്ക് എന്ത് കിട്ടി? 50% കിട്ടി. ആൻസർ ഓപ്ഷൻ സി 50%. ഓക്കെ, ഈ ഒരു എളുപ്പമാർഗം ഇത്രയും മാത്രമേ നമ്മൾ പരീക്ഷിക്കുന്നു. ഒരു സിംപ്ലിഫിക്കേഷൻ്റെ ചോദ്യം പോലും ചോദ്യമല്ല, സമയം പോലും എടുക്കുന്നില്ല. ഓക്കെ, അപ്പോൾ ആ അത്രയും സ്പീഡിൽ നമുക്ക് ചെയ്യാൻ പറ്റും ഈ ഒരു കൺസെപ്റ്റ് അറിഞ്ഞിരുന്നു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 3 വായിച്ചു നോക്കാം. ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം. അറ്റ് എ റേറ്റ് ഓഫ് സിമ്പിൾ ഇൻട്രസ്റ്റ്, ഒരു പ്രത്യേകതരം സിമ്പിൾ ഇൻട്രസ്റ്റ് റേറ്റിൽ ദി ഇൻട്രസ്റ്റ് ഓൺ സർട്ടൺ സം ഓഫ് മണി ഫോർ 10 years വിൽ ബി 3/5 ദി പാർട്ട് ഓഫ് എമൗണ്ട്. ഓക്കെ, ഒരു സെൻറ്റൻസ് തന്നിട്ടുണ്ട്. ചിലർക്ക് വായിച്ചപ്പോൾ മനസ്സിലായി കാണും, ചിലർക്ക് മനസ്സിലായി കാണില്ല. ഓക്കെ, ഒന്നുമില്ല, ആ സെൻറ്റൻസ് വായിച്ചിട്ട് മാത്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇംഗ്ലീഷ് എഴുതിയിരിക്കുന്ന ഒരു സെൻറ്റൻസ്, അതിനെ നമ്മൾ എന്ത് ചെയ്യണം? ഒരു ഇക്വേഷനായിട്ട് എല്ലാം കൺവേർട്ട് ചെയ്തിട്ട് സോൾവ് ചെയ്യേണ്ടി വരും. ഓക്കെ, അതേപോലെ നമുക്ക് ഒരു സിമ്പിൾ ഇൻട്രസ്റ്റ് റേറ്റ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. അതിനകത്ത് കിട്ടുന്ന ഇൻട്രസ്റ്റ് ഒബ്റ്റൈൻഡ് ഓൺ സർട്ടൺ സം ഓഫ് മണി ഫോർ 10 years. ഓക്കെ, 10 വർഷത്തേക്കുള്ള ഇൻട്രസ്റ്റ്. 10 വർഷത്തേക്കുള്ള ഇൻട്രസ്റ്റ് ഞാൻ I10 എന്ന് എഴുതുന്നു. 10 വർഷത്തേക്കുള്ള ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്ടാ? 3/5 പാർട്ട് ഓഫ് എമൗണ്ട്. അതിങ്ങനെയല്ലേ എഴുതുന്നത് മാത്തമാറ്റിക്കൽ എക്സ്പ്രഷനിൽ. അപ്പം ഞാൻ ഇങ്ങനെ എഴുതും 3/5 പാർട്ട് ഓഫ് എമൗണ്ട് എന്ന് എഴുതി. ഓക്കെ, അപ്പം I10/A എന്ന് പറയുന്നത് എത്ര കിട്ടും? എനിക്ക് 3/5 എന്ന് കിട്ടും. അതായത് എമൗണ്ട് 5 ആണ്, പലിശ എത്രയാണ്? 3 ആണ്. അങ്ങനെയാണെങ്കിൽ എമൗണ്ട് നിന്ന് പലിശ കുറഞ്ഞു കഴിഞ്ഞാൽ പ്രിൻസിപ്പിൾ കിട്ടില്ലേ? നമുക്കിപ്പോൾ എമൗണ്ട് 3 ആണെന്നും എമൗണ്ട് 5 ആണെന്നും പലിശ 3 ആണെന്നും എടുക്കാം. അങ്ങനെയാണെങ്കിൽ പ്രിൻസിപ്പിൾ എത്ര കിട്ടും? നമ്മുടെ 2 കിട്ടും. നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടതാണ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിന് ഒരു ഇക്വേഷൻ ഉണ്ടാ ഓർക്കുന്നുണ്ടോ? ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് എന്താണ്? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഈക്വൽ ടു ഇൻട്രസ്റ്റ് ഇൻ 1 year. ഇതൊന്നും എഴുതണ്ട, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറയും. ഇൻട്രസ്റ്റ് ഇൻ 1 year ബൈ പ്രിൻസിപ്പിൾ ഇൻറ്റു 100 എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ എത്ര വരും? പ്രിൻസിപ്പിൾ നമുക്ക് 2 കിട്ടുമെന്ന് അറിയാം. ഓക്കെ, 10 വർഷത്തേക്കുള്ള പലിശയാണ് എത്ര? 3. അങ്ങനെയാണെങ്കിൽ ഒരു വർഷത്തേക്കുള്ള പലിശ എത്ര വരും ഇവിടെ? 10 വർഷത്തേക്ക് 3. അങ്ങനെയാണെങ്കിൽ ഒരു വർഷത്തേക്ക് 3/10 അല്ലേ? 3/10 എന്ന് വെച്ചാൽ 0.3 ഇൻറ്റു 100. ഈ 2ഉം 100ഉം വെട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടും? 50. അപ്പോൾ ഈ 0ഉം 0.ഉം കൂടെ അടിച്ചു പോയി, ബാക്കി എത്ര കിട്ടും? നമ്മുടെ ആൻസർ 15% എന്ന് കിട്ടും. അപ്പോൾ റേറ്റ് എത്രയാണ്? 15%. വേണ്ടത് മാത്രം ചെയ്താൽ മതി, ഒരുപാടൊന്നും എഴുതി വെക്കരുത്. ഇക്വേഷൻ എഴുതേണ്ട ആവശ്യമില്ല, ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നിങ്ങളുടെ മൈൻഡ് വെച്ച് ചെയ്യാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത്. ഓക്കെ, നിങ്ങൾ ഏതൊരു ചോദ്യം ചെയ്യുകയാണെങ്കിൽ ആദ്യമേ നമുക്ക് പേനയുടെയും പേപ്പറിൻ്റെയൊക്കെ സഹായം വേണ്ടി വരും. നമ്മൾ വൺസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് മനസ്സിൽ വേണമെങ്കിൽ ഒന്ന് പിക്ചറൈസ് ചെയ്ത് നോക്കാം, ഇത് മൈൻഡിൽ ചെയ്യാൻ പറ്റുമോ. പിന്നെ ആ ഒരു ശീലം പ്രാക്ടീസ് ആക്കി കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യുന്ന ആദ്യത്തെ ചോദ്യത്തിലും വേണമെങ്കിൽ കുറച്ച് സ്റ്റെപ്പെങ്കിലും എന്ത് ചെയ്യാം? മനസ്സ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഞാൻ പ്രാക്ടീസ് ചെയ്ത് വിജയം കണ്ട ഒരു മെത്തേഡാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രാക്ടീസ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ 4ാമത്തെ ചോദ്യത്തിലോട്ട് പോവാം. 4ാമത്തെ ചോദ്യം. ഓക്കെ, ക്വസ്റ്റ്യൻ വായിച്ച് നോക്കാം. എ സർട്ടൺ സം ഓഫ് മണി ട്രിപ്പിൾസ് ഇറ്റ്സെൽഫ് ഇൻ 5 years അറ്റ് സിമ്പിൾ ഇൻട്രസ്റ്റ്. ഇൻ ഹൗ മെനി ഇയേഴ്സ് ഇറ്റ് വിൽ ബിക്കം 5 times എന്നുള്ളതാണ് ചോദ്യം. 3 ഇരട്ടിയാവുന്നു. ഒരു മണി ഇടുമ്പോൾ അത് 3 ഇരട്ടിയാവുന്നു. എത്ര വർഷത്തിൽ? 5 വർഷത്തിൽ സിമ്പിൾ ഇൻട്രസ്റ്റിൽ. അങ്ങനെയാണെങ്കിൽ 5 ഇരട്ടിയാവുന്ന എത്ര ടൈം കൊണ്ടാണ് എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, നോക്കിക്കേടാ. അപ്പം നമുക്ക് എന്തറിയാം? 3 ഇരട്ടിയാവുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ ഉള്ള അതേ കൺസെപ്റ്റ് 3 times ആകുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ഒരു ടൈം എന്താണ്? ആ ഒരു പ്രിൻസിപ്പിൾ തന്നെയാണ്. കാരണം പ്രിൻസിപ്പിൾ നമ്മൾ ഇടുന്ന തുകയാണ്, അത് കൂടെയൊന്നുമില്ല. നമുക്ക് കൂടുന്നത് എന്താണ്? പലിശ. അപ്പോൾ പലിശയാണ് നമ്മുടെ ഈ ടൈംസിനെ ഡിറ്റർമിൻ ചെയ്യുന്നത്. ഓക്കെ, കൂടുന്ന പലിശ. ഓക്കെ, അപ്പോൾ ഇവിടെ 2 times പലിശയാകുന്നു. എത്ര വർഷത്തിൽ? 5 വർഷത്തിൽ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നോക്കിക്കേ, 5 times ആകുക എന്ന് വെച്ചാൽ പലിശ മാത്രമായിട്ട് കൂടുന്നത് 4 times അല്ലേ? പലിശ മാത്രം കൂടുന്നത് എന്താണ്? 4 times ആണ്. നമുക്കറിയാം ഓരോ വർഷവും ഈക്വൽ ആയിട്ടാണ് പലിശ കൂടി പോകുന്നത്. അപ്പം വേണമെങ്കിൽ എന്ത് പറയാം? ഇൻട്രസ്റ്റ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു എന്തെന്ന് പറയാം? ടൈം പീരീഡ് എന്ന് പറയാം. ഇൻട്രസ്റ്റ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ടൈം പീരീഡ്. 2 ഇരട്ടിയാവാൻ 5 വർഷം എടുക്കും. അങ്ങനെയാണെങ്കിൽ 4 ഇരട്ടിയാവാൻ എത്ര വർഷം എടുക്കും? 10 ഇരട്ടി. അപ്പോൾ 5 times ആവുന്നത് എത്രയാണ്?
10 years. അപ്പോൾ ഇവിടെ മറന്നു പോകരുതാത്ത ഒരു ലോജിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഇൻട്രസ്റ്റ് ട്രിപ്പിൾസ് ആവുക എന്ന് വെച്ചാൽ പലിശ 2 times ആവുന്നു. പലിശ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, കൂടുന്നുള്ളൂ സമയത്തിനനുസരിച്ച്. അപ്പം പലിശ ആ ട്രിപ്പിൾസ് ആണെങ്കിൽ 1 കുറയ്ക്കണം. ഇവിടെ എത്ര വർഷം കൊണ്ട് 5 times ആകുന്നു, 5 times ആകുമെന്ന് വെച്ചാൽ പലിശ എത്ര ഇരട്ടിയാവുന്നു, 4 ഇരട്ടിയാവുന്നു. ആ പലിശയുടെ കണക്ക് മാത്രം നോക്കിയാൽ മതി. അപ്പം അത് തെറ്റിക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ ഇത് നമുക്ക് എന്ത് ചെയ്യാം, നോക്കി ഉത്തരം പറയാം. ഓക്കെ, ഒരു 10 സെക്കൻഡ് അല്ല 5 സെക്കൻഡ് മതി ഈ ഒരു ചോദ്യം ചെയ്യാൻ. ഓക്കെ, ഈ ഒരു ടൈപ്പ്. അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. അടുത്തതും ഈ ഒരു ടൈപ്പ് ചോദ്യം തന്നെയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് പോസ് ചെയ്തിട്ട് നോക്കാം. അപ്പോൾ ഈ ചോദ്യത്തിൽ നോക്കിക്കേ, എ സർട്ടൺ സം ഓഫ് മണി ബിക്കം ട്രിപ്പിൾസ് ഇറ്റ് സെൽഫ് ഇൻ 26 years. ട്രിപ്പിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലിശ മാത്രം കൂടുന്ന 2 times ആണ്. 2 times കൂടാൻ 26 years എടുക്കുന്നു. ആൻഡ് ഹൗ മെനി ഇയേഴ്സ് ഇറ്റ് വിൽ ബിക്കം 5 times എന്നുള്ളതാണ് ചോദ്യം. 5 times ഓഫ് ഇറ്റ് സെൽഫ്. അപ്പം 5 times ആകാൻ വേണ്ടിയിട്ട് എത്ര വർഷം എടുക്കും? 5 times ആകുക എന്ന് വെച്ച് കഴിഞ്ഞാൽ പലിശ മാത്രം 4 times കൂടുന്നു. അങ്ങനെയാണെങ്കിൽ 4 times കൂടാൻ ഇതിൻ്റെ ഇരട്ടി ടൈം എടുക്കില്ലടാ. എത്ര ടൈം എടുക്കും? 52 years എടുക്കും. ഓപ്ഷൻ ഡി 52 ആണെന്ത് റൈറ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, 6th ചോദ്യത്തിലോട്ട് പോവാം. കുറച്ച് ലെങ്തി ആണ്, പക്ഷേ സിമ്പിളായിട്ടുള്ള ചോദ്യം. നമുക്കൊന്ന് വായിച്ചു നോക്കാം, ഒരു കഥ പോലെ വായിച്ചു നോക്കാം. ഓക്കെ, സുമിത ലെൻഡ് സം മണി ടു അലക്സ്. സുമിത എന്ത് ചെയ്യുന്നു? അലക്സിന് കുറച്ച് പൈസ കൊടുക്കുന്നു. ഓക്കെ, ആ കൊടുക്കുന്ന പൈസ 100 ആണെന്ന് വിചാരിക്കാം. കൊടുക്കുന്ന പൈസ എന്താണ്? 100 ആണ്. 5% per annum സിമ്പിൾ ഇൻട്രസ്റ്റ്. ഓക്കെ, 5% സിമ്പിൾ ഇൻട്രസ്റ്റ്. അപ്പം 100 കൊടുത്തു കഴിഞ്ഞാൽ അലക്സ് തിരിച്ച് എത്ര കൊടുക്കണം? 105 സുമിതയ്ക്ക് കൊടുക്കണം. അലക്സ് ലെൻഡ് ദി എൻറ്റയർ എമൗണ്ട് ടു രോഹിത്. അപ്പോൾ മൂന്നാമത് ഒരാളൂടെ ഉണ്ട്, രോഹിത്തിന് എന്ത് ചെയ്യുന്നു? അലക്സ് സുമിതയിൽ നിന്ന് വാങ്ങിച്ച അതേ പൈസ എന്ത് ചെയ്യുന്നു? തിരിച്ച് മറിച്ചു കൊടുക്കുകയാണ്. ഓക്കെ, രോഹിത്തിന് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ആ 100 കൊടുത്തു. ഓക്കെ, സെയിം ഡേയിൽ തന്നെയാണ് പറഞ്ഞിട്ടുണ്ട്. അറ്റ് എ റേറ്റ് ഓഫ് 8.5% per annum. അങ്ങനെയാണെങ്കിൽ രോഹിത് തിരിച്ച് അലക്സിന് എത്ര കൊടുക്കണം? 108.5. ഓക്കെ, രോഹിത് 108.5 കൊടുക്കുന്നു. അതിൽ 105 മാത്രം എന്ത് കൊടുക്കുന്നു? സുമിതയ്ക്ക് കൊടുക്കുന്നു. ഓക്കെ, ഇൻ ദി ട്രാൻസാക്ഷൻ അലക്സ് ഏൺഡ് എ പ്രോഫിറ്റ് ഓഫ് 350 ആഫ്റ്റർ 1 year. ഓക്കെ, അപ്പോൾ ഒരു വർഷത്തെ കണക്ക് തന്നെയാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നോക്കിക്കേ, ഒരു വർഷം കൊണ്ട് പെർസെൻറ്റേജിൻ്റെ ടേംസിൽ അലക്സ് ഉണ്ടാക്കുന്നത് 3.5 അല്ലടാ. പക്ഷേ ആ 3.5 അല്ല, 3.5ൻ്റെ റിയൽ വാല്യൂ എത്രയാണ്? 350 ആണ്. അതായത് ഇൻറ്റു 100 ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് വേണ്ടത് എന്താണ്? ഫൈൻഡ് ദി സം ഓഫ് മണി ലെൻഡ് ബൈ സുമിത ടു അലക്സ്. സുമിത അലക്സിന് കൊടുത്തത് എത്രയാണ്? 100. 100 എത്ര വരും? 100 × 100. ഓക്കെ, അപ്പോൾ ആൻസർ എത്ര വരും? ഓപ്ഷൻ എ 10,000. ഓപ്ഷൻ എ 10,000. ഓക്കെ, 7th ചോദ്യത്തിലോട്ട് പോകാം. 7th ചോദ്യം. ക്വസ്റ്റ്യൻസ് കുറച്ചുകൂടെ ടഫറായിട്ട് വരുന്നതെന്ന് ചിലപ്പോൾ തോന്നുമായിരിക്കും. ടഫറൊന്നുമില്ല, നമ്മൾ കറക്റ്റായിട്ടുള്ള രീതിയിലാണ് പഠിച്ചു പോകുന്നതെങ്കിൽ ഭയങ്കര എളുപ്പമായിരിക്കില്ല. സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ്, വലിയ കട്ടിയുള്ള കാര്യമൊന്നുമല്ല. ഏത് സാധനമായാലും കട്ടിയുള്ള കാര്യമല്ല. പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കൈ നിൽക്കുന്നതേ ഉള്ളൂ. ഓക്കെ, പഠിക്കേണ്ടതായിട്ടുള്ള രീതിയിൽ. ഓക്കെ, അപ്പം സെർട്ടൺ സം ഓഫ് മണി എന്താവേണ്? 918 ആവുകയാണ്. 2 years ഉണ്ട്. 2 years കൊണ്ട് 918 ആവുകയാണ്. ആൻഡ് 969 3.5 years. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കണം. നോക്കാം. അപ്പം നമുക്ക് 2 വർഷം കഴിഞ്ഞിട്ടുള്ള എമൗണ്ടും 3.5 വർഷം കഴിഞ്ഞിട്ടുള്ള എമൗണ്ടും തന്നിട്ടുണ്ട്. എമൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? പലിശ. അപ്പം ഈ 918 എന്ന് പറയുന്നത് പ്രിൻസിപ്പളും 2 വർഷത്തെ പലിശയും. അപ്പം ഈ 969 നോക്കിക്കേ, പ്രിൻസിപ്പളും 3.5 വർഷത്തെ പലിശയും. അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടും കൂടെ കുറച്ച് കഴിഞ്ഞാൽ എനിക്ക് 5.5 വർഷത്തെ പലിശ കിട്ടില്ലടാ. 5.5 വർഷത്തെ പലിശ എനിക്ക് എത്രയാണെന്ന് കിട്ടും? 1, 5, 51 കിട്ടും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇൻട്രസ്റ്റ് എനിക്ക് എത്ര കിട്ടും? ഒരു വർഷത്തെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന 51 ഡിവൈഡഡ് ബൈ 1.5. 1.5 എന്ന് വെച്ചാൽ 3/2 ആണെന്നറിയാം. 3/2 ആണെന്നറിയാം. അപ്പോൾ 3/2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് എങ്ങനെയല്ലേ? 17 കൊണ്ട് 17ൻ്റെ മൾട്ടിപ്പിൾ ആണെന്ത്? 51. 17 × 3. അപ്പോൾ നമുക്ക് ഇൻട്രസ്റ്റ് എത്രയാണെന്ന് കിട്ടും? 34 എന്ന് കിട്ടും. അപ്പോൾ ഇതൊക്കെ വെട്ടിപ്പോകണമെങ്കിൽ നമുക്ക് 17ൻ്റെ ടേബിളൊക്കെ നമുക്ക് കാണാതെ അറിഞ്ഞിരിക്കണം. ഓക്കെ, എങ്കിൽ മാത്രമേ ഈ ഒരു സ്പീഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പം നമുക്ക് ഇവിടെ നിന്ന് ഒരു വർഷത്തെ പലിശ എത്രയാണെന്ന് കിട്ടി? 34 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ 2 വർഷത്തെ പലിശ 68 ആയിരിക്കില്ലേ? ഈ 68 ഈ 918 എന്ന് 68 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 850 കിട്ടും. ആ 850 എന്താണ്? പ്രിൻസിപ്പിൾ ആണ്ട്രാ, പ്രിൻസിപ്പിൾ.
ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കിട്ടി. ഇനി നമുക്ക് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കണം. നമ്മൾ നേരത്തെ ഒരു ഇക്വേഷൻ പഠിച്ചായിരുന്നു, അത് ഈ സൈഡിലോട്ട് ഞാൻ എഴുതാണ്. റേറ്റ് എന്താണ്? ഒരു വർഷത്തേക്കുള്ള പലിശ 34 ഡിവൈഡഡ് ബൈ പ്രിൻസിപ്പൾ 850 ഇൻറ്റു 100. 0 വെട്ടി, ഇത് 2 17ൻ്റെ മൾട്ടിപ്പിൾ ആണ്, ഇത് 2 ഇത് 5. ഓക്കെ, അപ്പോൾ എന്ത് കിട്ടും? 20/5 അല്ലെങ്കിൽ എന്ത് വെട്ടിക്കഴിഞ്ഞാൽ എന്ത് കിട്ടും? 4%. 4% ആണ്. അപ്പോൾ എന്ത്? നമ്മുടെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയും. സിമ്പിളായിട്ടുള്ളൊരു ചോദ്യം, വലിയ കഷ്ടപ്പെടാനൊന്നുമില്ല. കാര്യങ്ങൾ അറിഞ്ഞിരുന്ന ചെയ്യേണ്ട രീതിയിൽ ചെയ്ത് പോവാം. ഓക്കെ, 8th ചോദ്യത്തിലോട്ട് കിടക്കാം. 8th ചോദ്യം, certain sum of money amounts to 9. സെയിം ചോദ്യം തന്നെയാണോ? ഓക്കെ, സെയിം ചോദ്യം തന്നെയാണ്. അപ്പോൾ 11 ചോദ്യമില്ല, 10 ചോദ്യമുള്ളൂ. ഇത് നമുക്ക് സ്കിപ്പ് അടിക്കാം. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. അറ്റ് സിമ്പിൾ ഇൻട്രസ്റ്റ് 800 become 920. ഓക്കെ, 800 എന്താവേണ്? 920 ആവേണ്. 920 in 3 years. Okay, if the rate of interest increased numerically by 3%. ന്യൂമറിക്കലി ബൈ 3% നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നു. അപ്പം കഴിഞ്ഞ വീഡിയോയിൽ അതിൻ്റെ റീസൺ പറഞ്ഞായിരുന്നു എങ്ങനെയാണ് കൂടുന്നതെന്നൊക്കെ. അപ്പം ഇപ്പം കാണാത്തവർ ഞാൻ നേരത്തെ കണ്ടിട്ട് വരണമെന്ന് പറഞ്ഞതിൻ്റെ കാര്യം മനസ്സിലായി കാണും. എന്താണ്? കഴിഞ്ഞ വീഡിയോ കണ്ടിരുന്നെങ്കിൽ ഈ ചോദ്യം എന്ത് ചെയ്യാം? നമുക്ക് തനിയെ ചെയ്യാൻ പറ്റുമായിരുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദി ടോട്ടൽ എമൗണ്ട്, റേറ്റ് കൂടിയിട്ടുള്ള ടോട്ടൽ എമൗണ്ട് കണ്ടുപിടിക്കാനാണ്. അപ്പോൾ 920 എന്തായാലും കാണും. കാരണം എന്താണ്? ഈ റേറ്റ് ഇപ്പോൾ ഒരു പർട്ടിക്കുലർ റേറ്റിലാണ് പോകുന്നത്. ആ റേറ്റിലുള്ള എമൗണ്ട് എന്തായാലും കാണും. അഡീഷണൽ ആയിട്ട് എത്ര പെർസെൻറ്റേജ് കൂടെയാണ്? 3%. നമ്മുടെ പ്രിൻസിപ്പിളിൽ 3%. ഓക്കെ, 800ൻ്റെ 3% 24 അല്ലേടാ? അപ്പോൾ നമ്മുടെ ആൻസർ എത്ര കിട്ടും? 944. ഓപ്ഷൻ സി ആണെന്ത് അതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. ലാസ്റ്റ് അല്ല, സോറി, 10th ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. 10th ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. എ സം ഓഫ് 400 become 448 at simple interest in 2 years. ഓക്കെ, 400 എന്താവുന്നു? 448 ആവുന്നു. ഓക്കെ, 2 വർഷത്തിൽ. പലിശ എന്ന് വെച്ച് കഴിഞ്ഞാൽ 48 അല്ലേ? ഇത് എമൗണ്ട്, ഇത് പ്രിൻസിപ്പിൾ. പലിശ എത്രയാണ്? 2 വർഷത്തേക്കുള്ള പലിശ 48 ആണ്. 2 വർഷത്തേക്കുള്ള പലിശ. ഇതൊക്കെ മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്യണം. 1 വർഷത്തേക്കുള്ള പലിശ 24 ആയില്ലേ? അങ്ങനെയാണെങ്കിൽ റേറ്റ് എത്ര വരും? 1 വർഷത്തേക്കുള്ള പലിശ ഡിവൈഡഡ് ബൈ പ്രിൻസിപ്പൽ 400 ഇൻറ്റു 100. 2 വെട്ടി എത്ര കിട്ടും? 6% എന്ന് കിട്ടും. ഓക്കെ, ഇനി എത്ര വർഷം കൊണ്ടാണ് 500, 550, 682 ആവുന്നതെന്ന് നോക്കാം. ഓക്കെ, അപ്പം 550, 682 ആകുന്നു. അപ്പം അവിടെ ഒരു 132 രൂപ പലിശയുണ്ട്. അപ്പം ടോട്ടൽ പലിശയുടെ പെർസെൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര വർഷത്തേക്കുള്ള പലിശയുടെ പെർസെൻറ്റേജ് ആണ്? 132 ഡിവൈഡഡ് ബൈ 550 ഇൻറ്റു 100 അല്ലേടാ ടോട്ടൽ പലിശയുടെ പെർസെൻറ്റേജ്. ഇത് 11ൻ്റെ മൾട്ടിപ്പിൾ ആണ്. അപ്പം വെട്ടാം. ഓക്കെ, ഇപ്പം 24 കിട്ടി. ഇതെന്താണ്? ടോട്ടൽ പലിശയുടെ പെർസെൻറ്റേജ്. എല്ലാ വർഷത്തെയും പലിശയുടെ പെർസെൻറ്റേജ് ആണ്. ഓക്കെ, അപ്പം ഇതെന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും? 1 വർഷത്തെ പലിശ ഇൻറ്റു ടോട്ടൽ നമ്പർ ഓഫ് ഇയേഴ്സ് ആയിരിക്കും. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ഇയേഴ്സ് എത്ര കിട്ടും? ഇതിൽ നിന്ന് y എന്തെന്ന് കിട്ടും? 4 എന്ന് കിട്ടും. അപ്പോൾ നമ്മുടെ ആൻസർ ഓപ്ഷൻ എ 4. ഓക്കെ, സിമ്പിളായിട്ട് ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി. ഇത്രയും കാര്യങ്ങൾ. ഓക്കെ, ബാക്കിയൊക്കെ മനസ്സിൽ ചെയ്യേണ്ട കാര്യമാണ്. ഇതൊക്കെ സാറ് മനസ്സിലാവാൻ വേണ്ടി എഴുതിയിട്ടെന്നേ ഉള്ളൂ. അപ്പം നിങ്ങൾ പഠിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ പഠിച്ചു പോയി കഴിഞ്ഞാൽ പിന്നീടാകുമ്പോൾ അത് പ്രാക്ടീസിലൂടെ സ്റ്റെപ്പുകൾ കുറഞ്ഞു വരും. ഓക്കെ, അപ്പോൾ ഈ ഒരു സെഷനിലെ ലാസ്റ്റ് ചോദ്യത്തിലോട്ട് കിടക്കാം. ലാസ്റ്റ് ചോദ്യം, സിമ്പിൾ ഇൻട്രസ്റ്റ് ഒബ്റ്റെയിൻഡ് ഓൺ എ സം. സിമ്പിൾ ഇൻട്രസ്റ്റ് ഒബ്റ്റെയിൻഡ് ഓൺ എ സം ഈസ് 16/25 ഓഫ് ദി സം. ഓക്കെ, അപ്പോൾ സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? 16/25 ഓഫ് ദി സം ആണ്. അങ്ങനെയാണെങ്കിൽ സിമ്പിൾ ഇൻട്രസ്റ്റ് ബൈ സം എത്ര കിട്ടും? 16/25. ഓക്കെ, ഞാൻ സാധാരണ സം എന്ന് എഴുതിയണേ, സം അല്ലെങ്കിൽ പ്രിൻസിപ്പൽ. ഞാൻ സാധാരണ നമ്മൾ സം എത്ര ആയിട്ടാണ് കണക്കൂട്ടുന്നത്? 100% ആയിട്ട്. ഈ സമ്മിനെ എനിക്ക് 100 ആക്കണമെങ്കിൽ ഞാൻ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഇവിടെ 64, മേലെ 64, ഇവിടെ എന്ത് വരും? 100 വരൂടാ.
അപ്പോൾ ടോട്ടൽ പലിശ എന്ന് പറയുന്നത് 64 എന്ന് പറയുന്നത് എന്താണ്? റേറ്റ് ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ് ആണ്. നമ്പർ ഓഫ് ഇയേഴ്സ് എന്ന് പറയുമ്പോൾ എന്ന് പറയും. ഇവിടെ എന്ത് പറയുന്നുണ്ട്? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും ടൈമും എന്താണ്? സെയിം ആണെന്ന് പറയുന്നുണ്ട്. അപ്പം വേണമെങ്കിൽ നമുക്ക് R² = 64 എന്നോ N=64 എന്നോ പറയാം. അങ്ങനെയാണെങ്കിൽ റേറ്റ് എത്ര വരും? 8% എന്ന് വരൂടാ. ഇത്രയേ ഉള്ളൂ സംഭവം. എത്ര? ഓപ്ഷൻ ബി 8%. അപ്പോൾ ഇത്രയാണ് നമ്മുടെ രണ്ടാമത്തെ ചോദ്യം. അപ്പോൾ ഒരുവിധം നമ്മൾ സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ എല്ലാ അറ്റവും മൂലം എല്ലാം ടച്ച് ചെയ്ത് പോയിട്ടുണ്ട്. അപ്പോൾ ഇനി നിങ്ങൾക്ക് ചെയ്യേണ്ട ദൗത്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ചോദ്യങ്ങൾ ചെയ്യാം. മക്കളെ എപ്പോഴും ഞാൻ പറയാണ്, ഒരുപാട് യൂട്യൂബ് ക്ലാസ് കണ്ടെന്നും പറഞ്ഞ് നമുക്കൊരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവില്ല. നിങ്ങൾ ചോദ്യ പേപ്പർ എടുത്ത് വെച്ച് ചെയ്യാം. യൂട്യൂബാണ് ഓക്കെ, എപ്പോഴും യൂട്യൂബ് കണ്ടിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഠിക്കില്ല. എന്ത് ചെയ്യുക? വർക്കൗട്ട് ചെയ്യുക, ഒരുപാട് വർക്കൗട്ട് ചെയ്യുക, ഒരുപാട് മോക്ക് ടെക്സ്റ്റ് എടുക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? നമ്മൾ ഇമ്പ്രൂവ് ആയി വരുള്ളൂ. ഓക്കെ, അപ്പോൾ താങ്ക് യു ഫോർ ദി സെഷൻ. ഹാവ് എ നൈസ് ഡേ.